നവംബർ 1 2018 ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഏപ്രിൽ 2024 ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും ഐ ഡോണ്ട് നോ. ഏകദേശം 5-6 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ ഒരു 5-6 വർഷത്തിനിടയിൽ എന്താണ് നേടിയതെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 4000 സബ്സ്ക്രൈബേഴ്സ്. ഈ 4000 സബ്സ്ക്രൈബേഴ്സിൽ 1000 സംതിങ് മാത്രമാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സ് നേടണം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത്. പിന്നീടുള്ളതെന്ന് പറയുന്ന ഈ ഒരു 4000, അതായത് 2000, 3000, 4000 വരെയുള്ള ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ ഈ പഴയ വീഡിയോസ് തന്നെ പുതുതായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നതിൻ്റെ അനുസരിച്ച് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. ഈസ് ദാറ്റ് ഇനഫ്? അത്രയും വർക്ക് ചെയ്താൽ മതിയോ? ഈ ഒരു 5-6 വർഷത്തിനകത്ത് ഇത്രയേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 വർഷം മുന്നെയാണ്. അതിന് മുമ്പത്തെ ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്കും ഒക്ടോബർ 2020 ഇട്ടേക്കുന്നത്. ദാറ്റ്സ് ടു ലോങ്, റൈറ്റ്? ഏകദേശം ഒരു 4 വർഷത്തോളം അടുപ്പിച്ചായിട്ടുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ ഞാനെൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ബിവോക്ക് ഇൻ ഗ്രാഫിക്സ് ആൻഡ് മൾട്ടിമീഡിയ എന്ന കോഴ്സാണ് ഞാൻ ചെയ്തത്. 3 വർഷത്തെ കോഴ്സായിരുന്നു. സോ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗ്രാഫിക് ഡിസൈൻ വർക്കും ചെയ്യുന്നുണ്ട് ഫ്രീലാൻസ് ആയിട്ട്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പുതിയ വീഡിയോ അല്ല. ഞാൻ ഇടയ്ക്കൊരു 100 days ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു 100 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ വീഡിയോ ആക്കി ഇട്ടേക്കുവാണ് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്. അതിട്ടത് ഏകദേശം 1 വർഷം മുന്നേ. അതായത് വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങണം, ഇതിനകത്ത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റണം എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം എടുത്തൊരു സ്റ്റെപ്പാണ് അങ്ങനൊരു വീഡിയോ ഇടുക എന്നുള്ളത്. ബട്ട് അതിനുശേഷം ദാണ്ട 1 വർഷത്തെ ഗ്യാപ്പ്. ഈ 1 വർഷം ഞാൻ എന്ത് ചെയ്തു? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഐ ഡോണ്ട് നോ. ഏകദേശം ഈ ഒരു ലാസ്റ്റ് 5 മാസം എന്താണ് നടന്നതെന്ന് എനിക്കറിയാം. ബട്ട് അതിന് മുമ്പേ ഉള്ളൊരു 7 മാസം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റൊരു സാറ്റിസ്ഫൈങ് ആയ ഉത്തരമില്ല. യെസ്, ഞാൻ അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ കമ്മീഷൻ വർക്കുകളും ഡിസൈൻ വർക്കുകളും ഒക്കെ ഫ്രീലാൻസായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് അത് മതിയോ? അത്രയുമൊക്കെ ചെയ്താൽ മതിയോ? അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. ബട്ട് ഈസ് ദാറ്റ് ഇനഫ്? നോ, ഇറ്റ്സ് നോട്ട്. ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു ആർട്ട് സ്റ്റുഡിയോ സ്പേസിലാണ്. നേരത്തെ പണ്ടൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതും എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഉള്ള ആ ഒരു ചെറിയ സ്പേസിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പേസാണ്. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഒരു ഇതിനു വേണ്ടി എനിക്ക് ആർട്ട് വർക്കുകൾ ചെയ്യാൻ വേണ്ടി, ഇതാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി മാത്രം റെൻറ്റിന് എടുത്തേക്കുന്ന ഒരു ചെറിയ സ്പേസ്. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു വലിയ ഹാൾ. ഇവിടെയായിരിക്കും നമ്മൾ കൂടുതൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ലാസ്റ്റ് 5 months കാര്യം പറഞ്ഞല്ലോ. അതെന്ന് പറയുന്നത് ഞാൻ നവോദയ പത്തനംതിട്ട സ്കൂളിൽ അവിടെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 5 മാസം അവിടെ സ്പെൻഡ് ചെയ്തേക്കുമായിരുന്നു. സോ അവിടുന്ന് ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് അവിടുന്ന് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് എല്ലാം കൂടെ അവിടെ ആയിട്ട് കിടക്കുന്നു. അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളും പിന്നെ ഇവിടെ കുറച്ച് ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് അതിൻ്റെ സാധനങ്ങളും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഈ ഫുള്ളി വൈറ്റ് അടിച്ചേക്കുന്നത് വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആൻഡ് ഇവിടെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു യെല്ലോ, പിന്നെ ഈ ഡോറിൻ്റെ ഇവിടെ ഒരു യെല്ലോ, പിന്നെ ഉണ്ട് ആ ഒരു വിൻഡോ ബ്ലാക്ക് ചെയ്തേക്കുന്നത് പുറകിലത്തെ. ഇത്രയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ആൻഡ് ആ ഒരു ബ്ലാക്ക് ഒഴിച്ച് ഓക്കെ, ബ്ലാക്ക് ഞാൻ ഉദ്ദേശിച്ച മാറ്റ് ഫിനിഷിൽ ചെയ്ത് തീർക്കണമെന്നായിരുന്നു. ബട്ട് ഗ്ലോസിയാണ്. പിന്നെ ഈ യെല്ലോ കളർ ഇപ്പോൾ ഡൗട്ട് അടിക്കുന്നുണ്ട്, യെല്ലോ വേണം വേണ്ടതെന്ന്. എന്തായാലും തൽക്കാലം അതൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. തൽക്കാലം അത് മതി. തൽക്കാലം അത് മതിയായിരിക്കും.
ഇനി ഈ ഒരു ഏരിയ അത്യാവശ്യം വർക്ക് ചെയ്യണം ഇവിടെ. മീൻസ് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു വീടിൻ്റെ മുറി അല്ലെ ഒരു ഹാള് എന്നൊരു സ്പേസ് എന്ന് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ആർട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ ആ ഒരു വൈബ് തരുന്നൊരു പ്ലേസ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ വർക്കുകളും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആൻഡ് അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഡിജിറ്റൽ ആർട്ടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോർട്രേറ്റ്സ്, കപ്പിൾ പോർട്രേറ്റ്സ്, ഫാമിലി പോർട്രേറ്റ്സ്, 2 ഫോട്ടോയിലുള്ളവരെ ഒരുമിച്ച് വരയ്ക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ, ഞാനിതൊന്നും റീലാക്കാറില്ല, കൂടുതൽ വർക്കുകളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പിന്നെ കുറേ വർക്കുകൾ അങ്ങനെ പെർമിഷനും ഇല്ലാത്ത വർക്കുകളുണ്ട്. ബട്ട് പെർമിഷൻ ഉള്ള വർക്കുകളും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ബട്ട് ചെയ്യണം. കുറേ വർക്കുകളൊക്കെ കിടപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളിപ്പോൾ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിലാണ് തുടങ്ങിയിരിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ് അത്യാവശ്യം പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ടൈം ലാപ്സ് വീഡിയോസ് അതൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത്. പിന്നെ പതുക്കെ ഡിജിറ്റലിലോട്ട് വരുമായിരുന്നു. ഡിജിറ്റൽ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, ഫോട്ടോഷോപ്പിലെ ട്യൂട്ടോറിയൽ. എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇല്ലുസ്ട്രേറ്ററിൽ, അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ വെക്ടർ ആർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തതായിരിക്കും. സോ അങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസാണ് ഞാൻ ചെയ്ത് വന്നിട്ടുള്ളത്. അതിനാണ് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്, കുറേ പേര് കണ്ടിട്ടുള്ളതുമൊക്കെ. ഇനിയും ട്യൂട്ടോറിയൽ ചെയ്യണമെന്നുണ്ട്. അത് കൂടാതെ തന്നെ നല്ല നല്ല പ്രോജക്ട്സുകൾ വരുമ്പോൾ, ഇതിപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഫാമിലി പോർട്രേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി വർക്കുകൾ, അതായത് ജസ്റ്റ് റെഗുലർ ഫോട്ടോ നോക്കി വരയ്ക്കുന്നതല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി പോർട്രേറ്റ്സ് കിട്ടാറുണ്ട്. അതായത് മറ്റേ ചൈൽഡ്ഹുഡ് മെർജ് ചെയ്ത് വരയ്ക്കുന്നതും 2 ഫോട്ടോ മെർജ് ചെയ്യുന്നതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമിൽ ചെയ്യുന്നതും. സോ അങ്ങനത്തെ വർക്കുകളും വരാറുണ്ട്. സോ അങ്ങനത്തെ വർക്കുകളും കൂടി വീഡിയോസ് ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു 3 കൊല്ലം ഞാൻ ഡിജിറ്റൽ മീഡിയ മാത്രമേ യൂസ് ചെയ്യൂ. 3 അല്ല, ആക്ച്വലി ഇപ്പോൾ 4 കൊല്ലം, ഏകദേശം 4 കൊല്ലത്തേക്ക് ഞാൻ ഡിജിറ്റൽ മീഡിയാസ് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്, യുനോ. ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള മീഡിയയും എല്ലാം നല്ല വർക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ആൻഡ് ഈ ഒരു 5 മാസം ഞാൻ നവോദയയിലാന്ന് പറഞ്ഞല്ലോ. സോ അവിടെ ഞാൻ കൂടുതലും ഡീറ്റെയിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവിടെ കുറച്ച് അത്യാവശ്യം വാൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ടച്ച് ആൻഡ് ഫീൽ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഇനിയും വീണ്ടും ക്യാൻവാസിലും ഒക്കെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. സോ ഈ ഒരു സമയത്ത് ഞാൻ ഈ നവോദയയിലുണ്ടായ സമയത്ത് അവിടെ ഒരു മ്യൂറൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ അവരുടെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാമല്ലോ, മ്യൂറൽ, കേരള ട്രഡീഷണൽ മ്യൂറൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ പേഷ്യൻസ് വേണ്ട ഒരു കലയാണ് ആ ഒരു മെത്തേഡ് ഓഫ് ഡ്രോയിങ് എന്ന് പറയുന്നത്. സോ എനിക്കിപ്പോഴും ആ ഒരു പേഷ്യൻസ് ബാക്കിയുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്, യു നോ. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ടു. ഇപ്പോൾ കുറേ ഹാപ്പിനെസ്സൊക്കെ ഉണ്ടെങ്കിലും കുറേ ഹാപ്പിനെസ് അല്ലാത്ത സിറ്റുവേഷൻസും നമ്മുടെ ഇടയിൽ വരാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓക്കെ, യു നോ. സോ അടുത്തൊരു പണി എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ് മാത്രമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം അതിന് കുറച്ച് പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കാരണം പുതിയ ഫർണിച്ചറൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെൽഫ് കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ചും കണ്ടുപിടിക്കേണ്ട തീരുമാനമാണ്. സോ അതെന്തായാലും പിന്നെ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കുക, അത്രയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും നമുക്ക് അത് ചെയ്യാം. ഇത് ഇവിടെ കിടക്കട്ടെ. ആൻഡ് പവർ ഇവിടെ പ്ലഗുകൾ കുറവാണ്. സോ അതാണ് ഞാനിപ്പോൾ അപ്പുറത്തെ ഇവിടെ ഒരു പ്ലഗ് അവിടെയാണുള്ളത്. സോ അവിടെ ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്തേക്കുവാണ്. സോ ഇപ്പുറത്തൊരു മുറിയുണ്ട്. സോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വീടാണെന്ന്. സോ ഇതാണ് മെയിൻ ഹാളെന്ന് പറയുന്നത്. ഇവിടെയാണ് അടുക്കളയായിട്ടുള്ളത്. സോ അവിടെയാണ് ഒരു ബെഡ്റൂം ഉള്ളത്. ആൻഡ് ഇവിടെ ഇപ്പോൾ കുറേ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കണം. അവിടെയും ബെഡ്റൂം ആണെങ്കിലും കട്ടിലവിടെ കിടപ്പുണ്ടെങ്കിലും അവിടെയും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. സോ അതൊക്കെ ഒന്ന് അടുക്കണം. സോ ഈ ഒരു ടേബിള് ഞാൻ ഈ വിൻഡോയുടെ നേരെ ഇടാം എന്ന് വിചാരിക്കുന്നു. സോ അതാകുമ്പോൾ
ഡിജിറ്റൽ അല്ലാതെ വർക്കുകൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനകത്ത് ഏതാണ് ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തതെന്ന് ഡിസിഷൻ എടുക്കുന്നത് തന്നെ അത്യാവശ്യം പാടായിട്ടുള്ള കാര്യമാണ്. സോ എല്ലാം ഞാനൊന്ന് മാറ്റുവാണ്, ആവശ്യമുള്ള അനുസരിച്ച് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ പണ്ടത്തെ കളക്ഷനിലുള്ള പേപ്പറും കണ്ട ബാംഗ്ലൂർ, പഴയ ബാംഗ്ലൂർ 2015-ലെയോ 14-ലെയോ കണ്ടത്തെ ബാംഗ്ലൂർ. ഓക്കെ, തൽക്കാലം ഞാനിത് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഫൈനൽ. ഒരു ഡിസിഷൻ മേക്കിംഗ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയയാണ് ഈ ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിപ്പോൾ ഏത് കേസിലായാലും, ഇതിപ്പോൾ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിൻ്റെ കേസിലായാലും ഒരു ഫൈനൽ ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയയാണ്. ബിക്കോസ് നമുക്ക് ഒരുപാട് തരത്തിൽ അതിനെ ഇനിയും മെച്ചപ്പെടുത്താൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ കുറച്ചെടുക്കുന്നത്. കാരണം അതിൻ്റെ പോസിബിലിറ്റീസ് ഈസ് ഇൻഫിനിറ്റി, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടും, ചിലപ്പോൾ തിരിഞ്ഞിരിക്കണമെന്ന് തോന്നും, അന്നേരം വീണ്ടും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സോ ഐ സ്ട്രഗിൾ വൈൽ മേക്കിംഗ് സം ഡിസിഷൻസ്. ആൻഡ് ഇപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇനി ഇവിടെ കേബിള് തറയിൽ കൂടെ ഒക്കെ ഇടിക്കേണ്ടി വരും, കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ തറയുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റൻഷനൊക്കെ ഉപയോഗിച്ചെടുക്കേണ്ടി വരും. ബട്ട് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അത് നമുക്ക് കുഴപ്പമില്ലാതെ സെറ്റാക്കാം. ഇനിയിപ്പോൾ എന്ന് പറയുന്നത് കുറച്ച് ഒരു 2-3 കമ്മീഷൻ വർക്ക് പെൻഡിങ് ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് വർക്കുകൾ ചെയ്യണം. ആൻഡ് ഈ ഒരു കമ്മീഷൻ വർക്കുകളെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനുവേണ്ടി പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഇത്രയും മതിയാകും എന്ന് വിചാരിക്കുന്നു. അധികം ലെങ്ത് ആക്കാതെ ഇത് ചുരുക്കി എടുക്കണം. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും മാക്സിമം ലെങ്ത് കുറച്ചുള്ള വീഡിയോസ് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുവാണ്. സോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പാർട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അത്രയാണുള്ളത്. അടുത്തൊരു പാർട്ടിൽ ഈ ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കമൻസ്, പിന്നെ എൻ്റെ പഴയ ഒരു വീഡിയോ, ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുന്ന കണക്കത്തെ ഒരു വീഡിയോ ആണ് വരാനുള്ളത്. സോ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അത്യാവശ്യം നല്ല ലെങ്ത് ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഷോർട്ടാക്കി ഇവിടെ വെച്ച് നിർത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.